ശലോം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ ക്ലാസ്സിന്റെ അനുഗ്രഹത്തിനായിട്ടും എല്ലാവരുടെ അനുഗ്രഹത്തിനായിട്ട് ഈ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന അനേകം സഹോദരി സഹോദരന്മാര് പുറത്തുണ്ട്. അവർക്കും എല്ലാവർക്കും അനുഗ്രഹത്തിനായിട്ട് ഒരു നിമിഷം ഒരു ചെറിയൊരു പ്രാർത്ഥന സഹോദരി സുമ വന്ന് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുനാമത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നൽകിയ ഈ വിലയേറിയ സമയത്തിനായിട്ട്, ഈ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നപ്പാ. ഒന്നിച്ചു വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബ്ലസ് ചെയ്യണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ആ ദിവ്യ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും കർത്താവെ, ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഒക്കെയും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായിട്ട് തീരണം കർത്താവെ. മുമ്പോട്ടുള്ള ഞങ്ങളുടെ ജീവിത യാത്രയ്ക്ക് കർത്താവ് ഇതൊരു അനുഗ്രഹമാക്കി മാറ്റണം. ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറിനെയും കർത്താവെ യേശുവയുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ദയാൽ കരുണയാൽ പൊതിയണം. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കർത്താവെ. ഇത് എത്തേണ്ടവരിലേക്ക് ഈ വീഡിയോയും എത്ര അനേകർ കർത്താവെ മിനിസ്ട്രിയുമായി കർത്താവെ കണക്ട് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അരുമനാഥൻ ഞങ്ങൾക്കായി നൽകിയ ആ ദിവ്യ ഭാഷ ഞങ്ങൾക്ക് പഠിക്കുവാൻ, സ്വർഗവുമായി കർത്താവെ കണക്റ്റഡ് ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കൃപയാൽ ബലപ്പെടുത്തണം. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ പൊതിയണം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ കർത്താവായ യേശുവയുടെ നാമത്തിൽ തന്നെ ആമേൻ. അമേൻ, അമേൻ, അമേൻ. ഗുഡ് മോർണിംഗ് എവറി വൺ. വളരെ വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ എല്ലാവരും എത്തി. ഐ എം സോ വെൽക്കമിങ് എവറി വൺ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹേയെ കുറിച്ച് പഠിച്ചു. ഇതിന്റെ രണ്ടാമത്തെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഹേ എന്ന് പറയുമ്പോൾ, ആ അക്ഷരം പറയുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത് പറയുന്ന ഒരു പ്രതീതിയുണ്ട്. ഹേ ഹേ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കണം. അപ്പൊ ഹേ എന്നുള്ള അക്ഷരത്തിന്റെ ആ തുടക്കത്തിൽ പറഞ്ഞു വന്നതിന്റെ തുടർമാനമായ ഭാഗങ്ങളാണ്. ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല, കാരണം വിശദീകരിക്കാനും ആ ക്ലാസിന്റെ മുഖവുര പോലെ പറയാൻ നിന്നാൽ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലും കൂടെ പോകേണ്ടി വരും. സോ ഈ ക്ലാസ് കൊണ്ട് ഈ ഹേ ഇവിടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കും. നോട്ട്സ് എഴുതുന്നവർ എഴുതിക്കോ. ഹേ, ബ്രത്ത് ഓഫ് ലൈഫ്, ജീവന്റെ ശ്വാസം. ജീവന്റെ ശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ തെളിയുന്ന ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2:7. Then Adonai Yahweh formed man of the dust of the ground and breathed into his nostrils the breath of life, and a man become a living soul എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ വായിച്ചത് കുറച്ച് എബ്രായ ബൈബിളിന് സമാനമായി നിൽക്കുന്ന ഒരു ബൈബിൾ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. അതിന്റെ ഇടയിൽ ഈ ബ്രത്ത് ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രത്ത് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിന്റെ ആ വാക്കിന് നമുക്ക് എബ്രായ ഭാഷയിൽ നെഷമ ഖായിം എന്നാണ്. നെഷമ ഖായിം, ബ്രത്ത് ഓഫ് ലൈഫ്. നെഷമ എന്ന് പറയുന്നത് ബ്രത്ത്, ജീവശ്വാസം. ഖായിം, കായുടെ കാ കഴിഞ്ഞിട്ട് അടുത്ത ഇഖ ഇല്ലേ, മുഖത്തിന്റെ ഖ, ആ ഖായാണ് എഴുതേണ്ടത്. ഖായിം. അപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? നശമ ഊതി കൊടുത്തപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അതായത് ജീവനുള്ള ദേഹി, നശമ ഖായിം. ആ ദൈവത്തിന്റെ ശ്വാസം നമ്മളിലേക്ക് ഊതി എന്നുള്ള ആ ഒരു ആശയം നിങ്ങളുടെ തലയിലേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 2:7 ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഇബ്രായ പദം പറയാം, നിങ്ങൾ എല്ലാവരും എഴുതണം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാം: ഒന്ന് എന്നിട്ടിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എ എഴുതുന്നവർ ക്യാപിറ്റൽ എ എഴുതാം, അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് എഴുതുന്നവർക്ക് റോമൻ ലെറ്റേഴ്സ് എഴുതാം.
ദ ഡിവൈൻ എക്സ്ഹേൽ, അതായത് വിശുദ്ധവും അല്ലെങ്കിൽ പരിശുദ്ധമായ ശ്വാസോച്ഛ്വാസം എന്ന് നിങ്ങൾക്ക് എഴുതാം. സോറി, ബ്രത്ത് എന്നിട്ടൊരു ഹൈഫൺ ഇട്ടിട്ട് ബ്രത്ത് ആസ് ക്രിയേഷൻ, ബ്രത്ത് ആസ് ക്രിയേഷൻ എന്ന് വെച്ചാൽ സൃഷ്ടിപ്പിന്റെ ജീവശ്വാസം എന്ന് മലയാളത്തിൽ എഴുതാൻ കഴിയും. അപ്പോ നമുക്ക് ഈ വാക്യത്തിലെ 2 എബ്രായ പദങ്ങൾ നമുക്ക് പഠിക്കാം. അതായത് 2:7 ഞാൻ വായിച്ച ആ വാക്യത്തിൽ, ഞാനിപ്പോ ഇംഗ്ലീഷാണ് വായിച്ചത്, മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിന് 2 എബ്രായ പദങ്ങൾ എഴുതാം. ഒന്ന് നപാക്, നപാക്, NAPHACH, നപാക്. ബലൂണിന്റെ ബായാണോ? കേട്ടില്ല. ബലൂണിന്റെ ബായാണോ? ബാ. അല്ല, ഫണത്തിന്റെ ഫ, 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 ന ഫാക്ക്, ഫ, ഫ, ന ഫാക്ക്, നാ, നാ എന്ന് ദീർഘം കൊടുക്കണം കേട്ടോ. ഐ ആം സോറി, നാ ഫാക്ക് എന്നാണ്, നാ ഫാക്ക്, നാ, നാ, അവിടെ ഒരു ദീർഘമുണ്ട്. അതായത് എബ്രായ ഭാഷ എഴുതുമ്പോൾ നുൻ എന്നുള്ള അക്ഷരത്തിന്റെ താഴെ ആ എന്ന സൗണ്ട് വൗവൽ കൊടുത്തിട്ടാണ് അത് എഴുതുന്നത്. ന, പെ, ഖ, ഖ, നപാക്. സോറി സിസ്റ്ററെ, നപാക്, ഖ, ഖ, ഖായാണ്, ഫായല്ല, നായല്ല, ഖ, ഇഖ, മുഖത്തിന്റെ ഖായാണ് വരേണ്ടത്. സോറി, ഞാൻ പെട്ടെന്ന് എന്റെ തലയിൽ അത് വന്നില്ല, സോറി. നപാക്, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ബ്രീത്ത്, ടു ബ്ലോ, ടു എക്സെയിൽ ഡീപ്ലി. അതായത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒന്ന് ശ്വസിക്കുക, ഒന്ന് ഊതുക എന്നൊരർത്ഥമുണ്ട്, ഒന്ന് ദീർഘമായ ശ്വാസം വലിച്ചെടുക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പോ ഞാൻ അടുത്ത വാക്കിലേക്ക് പോകുവാണ്. അടുത്ത വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് നെഷമാഹ്. നെഷമാഹ്, ഹാ അവസാനം വരണം, ഹ, ഹ, നെഷമാഹ്. സ്പെല്ലിംഗ് ഇങ്ങനെയാണ്: NESHAMAH, നഷമാഹ്. അപ്പൊ ഇതിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ്. ഒന്ന് ബ്രീത് എന്നുള്ളത്, ശ്വസിക്കുക. അടുത്തത് ഡിവൈൻ സ്പാർക്ക്, നമുക്കതിനൊരു ആത്മീയമായ ഉരസൽ എന്ന് പറയും, ആത്മീയമായ ഉരസൽ. അടുത്തത് സോൾ കോൺഷ്യസ്നെസ്, ചുരുക്കി പറഞ്ഞാൽ മനസാക്ഷിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തൊട്ട്. അങ്ങനെയാണ് ഞാൻ അതിനെ അർത്ഥമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഞാൻ ഇങ്ങനെ വായിക്കാം: when God napaked his neshama into man, he didn't give oxygen, he imparted his own nature, his essence, his he. ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പറയാം: ദൈവം നപ്പാക്ട് ചെയ്തു, അതായത് ഊതി. അതായത് നപ്പാക്ടിന്റെ അർത്ഥത്തിന്റെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ എബ്രായ പദങ്ങൾ അല്ലെങ്കിൽ എബ്രായ വാക്കുകൾ ഒരു അർത്ഥതലത്തിൽ മാത്രം നിൽക്കുന്നതല്ല, അതിനെ ഒരു വലിയ വിസ്തൃതമായ ആ അർത്ഥതലങ്ങളും അതിനുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഫ്രെയിമിൽ നിന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ദൈവം നപ്പാക്ട് ചെയ്തപ്പോൾ ഹിസ് നഷമ ഇൻ ടു മാൻ, അതായത് ഊതി അപ്പോൾ ദൈവത്തിന്റെ നഷമ, അതായത് ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഒരു ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. അവിടെ ഓക്സിജൻ മാത്രമായിട്ടല്ല നൽകിയത്, ഹി ഇമ്പാർട്ടഡ്, ദൈവം പകർന്നു നൽകിയത് ദൈവത്തിന്റെ സ്വരൂപത്തെയാണ്. ദ ഓൺ നേച്ചർ, ദൈവത്തിന്റെ സ്വന്തം പ്രകൃതത്തെ, ദൈവത്തിന്റെ സ്വന്തം സത്ത്, ദ എസൻസ്. ആ എസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആശയം എന്ന് പറയുന്നത്,
രണ്ടുപേരെ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ അന്നമാമയും ഒന്ന് ആശാ വർഗീസ് സിസ്റ്റർ. അതായത് മമ്മായും മോളുമാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പോൾ മമ്മായുടെ ഫുള്ള് എസൻസ് മോൾക്കുണ്ട്. ചിലപ്പോൾ അപ്പച്ചനെ പോലെ ഇരുന്നെങ്കിലും പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അന്നമാമേന്റെ ഫുള്ള് എസൻസ് മോൾക്കുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നവർക്ക് ആ എസൻസ് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്ത്. അപ്പൊ ആ സത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദൈവത്തിന്റെ സത്താണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുണ്ട്. അവരെല്ലാവരും മനസ്സിലാക്കണം, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളില് തുടികൊള്ളുന്നത്, ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ അസ്തിത്വമാണ്. ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലും ദൈവത്തിന്റെ അസ്തിത്വമുണ്ട്, ദൈവത്തിന്റെ എസൻസ് ഉണ്ട്, ദൈവത്തിന്റെ പ്രകൃതമുണ്ട്. അതേപോലെ തന്നെ ദൈവത്തിന്റെ ആ ഹേ ഉണ്ട്, എന്നുവെച്ചാൽ ശ്വാസമുണ്ട്, ദൈവത്തിന്റെ ശ്വാസം. അപ്പൊ പണ്ട് എൻ്റെ ഒരു അനുഭവം പറയാം. പണ്ട് ഞാൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ നിരീശ്വരവാദിയായ ഒരാളാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ദൈവമില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരാളാണ്. കാരണം എൻ്റെ മുമ്പിലുള്ള പുസ്തകങ്ങൾ അങ്ങനെയായിരുന്നു. എൻ്റെ മുമ്പിൽ കിട്ടിയിരുന്ന പുസ്തകങ്ങൾ അങ്ങനെയായിരുന്നു, ദൈവമില്ല എന്ന് പറയുന്ന പുസ്തകങ്ങളായിരുന്നു. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര്, ഓക്കെ, നിങ്ങളത് പോയി ഇനി വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ അന്ന് കിട്ടിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഫെഡറിക് നീഷെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ തത്വചിന്തകനുണ്ട്. ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ മനുഷ്യനാണ്. ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പുസ്തകമാണ് ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ വായിച്ചത്. ഒരു കുന്തം എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായത് വെച്ച് ഞാൻ അങ്ങ് അളന്നു. ദൈവമില്ല. വീട്ടിൽ വരുന്ന പപ്പ വിളിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർമാരെയൊക്കെ ഞാൻ നിശബ്ദം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുരുക്കിയിടും. ഇതൊരു സാത്താന്റെ തന്ത്രമാണ്, ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ദൈവത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. വരൂ, എന്നോട് വാദിക്കൂ എന്ന് ദൈവം പറയുന്നുണ്ട്. പക്ഷെ ആ ചോദിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇത് ചോദ്യങ്ങൾ ചോദിച്ചൊരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ. എങ്ങനെയാ മുട്ട ഉണ്ടായത്? കോഴി ഇട്ടു. ആ കോഴി ആരുണ്ടാക്കി? ആ കോഴിയുടെ മുമ്പിൽ വേറെ മുട്ട ഏതാ? സി, അത് ചോദിക്കേണ്ട കടമ നമ്മളല്ല. അത് ചോദിക്കാൻ പാടില്ലെന്നല്ല. യു ക്യാൻ, ദർ ഇസ് ആൻസർ ഫോർ എവറിത്തിങ്. എല്ലാത്തിനുമുള്ള ചോദ്യം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചില ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ ആലോചിച്ച് വേണം നിർത്തി. ഞാനത് എന്നെ ഈ ക്ലാസ്സും എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് പറയാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് നമ്മൾ മനസ്സിൽ വിശകലനം ചെയ്തിട്ട് വേണം ഉത്തരം നൽകാൻ. ചില ആൾക്കാർ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളും ചോദിക്കും. ബൈബിളില് നമ്മൾക്ക് ഒരു കാര്യം വിശദീകരിക്കണമെങ്കിൽ എൻ്റെ ചരിത്രം പറയണം, എൻ്റെ കാലഘട്ടം പറയണം, എന്തുകൊണ്ട് എങ്ങനെ അത് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ടൈം എടുത്ത് വേണം ചിലത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ചിലത് നമുക്ക് 1-2 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം അതിന് ഉത്തരം നൽകാൻ. നമ്മൾ അതിനെ മാതൃകയാക്കേണ്ട ഒരേ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് യഹോശുവ മെശിഹ, ജീസസ് ക്രൈസ്റ്റ്. കാരണം നമ്മളൊന്ന് പഠിച്ചു നോക്കി, സദൂക്യർ, പരീഷ്യർ, അന്നുണ്ടായിരുന്ന നിക്കോദോമസിനെ പോലുള്ളവർ, ജോസഫ് എന്ന അമരത്തിക്കാരൻ, ഇവരെല്ലാവരും സുഹൃത്തുക്കളും അടുത്ത് വന്ന് വാദപ്രതിവാദം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരെടുത്ത് എങ്ങനെ, എവിടെ വെച്ച്, എന്ത് പറയണമെന്ന് യേശു കർത്താവിന് അറിയാൻ പറ്റും. കറക്റ്റ് എക്സ്പ്ലനേഷൻസ് ആ കൊടുത്തോട്ടുള്ളത്. ചിലത് പരീക്ഷകൾ ചോദിക്കാൻ വരും. ആ പരീക്ഷിക്കാൻ വരുന്നവരുടെ അടുത്ത് എങ്ങനെയാണ് യേശു കർത്താവ് ഇടപെട്ടതും കൂടി നമ്മൾ നോക്കും. നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് എല്ലാത്തിനും റോൾ മോഡലായിട്ട് ഉണ്ട് ഒരാൾ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ യേശു കർത്താവിനെ നോക്കി ഓടുന്നു. അതുകൊണ്ട് തിമോത്തി, നീ എന്നെ നോക്ക്. ഞാൻ ആരെ നോക്കി ഓടുന്നു? എന്നെ നോക്കൂ, എന്നിട്ട് ഓടും. ഇതൊരു വലിയ മർമ്മമാണ്. ഞാൻ അത് കുറച്ചാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ മനസ്സിലാക്കി പരിവർത്തനം ചെയ്തു വരാനുണ്ട്. സോ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളും എന്നെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് നോക്കും, എന്നെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടാണ് നിങ്ങളുടെ ഫോക്കസ് വെക്കേണ്ടത്. നിങ്ങളുടെ ഓട്ടം ദൈവം തികയ്ക്കും ഒരു നാളിൽ. ആമേൻ.
ഓക്കെ. അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നിശബ്ദമായി കിടന്ന, അല്ലെങ്കിൽ എന്നേക്കും നശിച്ച് വെണ്ണീറായി പോകുന്ന ആ ഡെസ്റ്റിനി, അതായത് പൊടി എന്നുള്ള ആ വസ്തു ഒരു പാട്ടായിട്ട് തീർന്നു. അതായത് ഡസ്റ്റ് ബിക്കം എ ഡെസ്റ്റിനി, അതായത് പൊടി ഒരു എന്താണ്, ഒരു പൂർത്തീകരണത്തിലേക്ക്, ഒരു വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു. അതേപോലെ നിശബ്ദമായി കിടന്നത് ഒരു പാട്ടായിട്ട് പുനർജനിക്കും. അതായത് നമ്മൾ പൊടിയാണ്, നമ്മൾ പൊടിയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ്. ആ പൊടി എന്ന് പറയുന്നത് ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ആ പൊടി എഴുന്നേറ്റപ്പോൾ അതിനൊരു വാഗ്ദത്തം ലഭിച്ചു. എന്തു വാഗ്ദത്തം? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കരുണാമയനായ, സർവശക്തനായ, അജയനായ, അമർത്യനായ, ഏകാധിപതിയായ, സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാനുള്ള ആ ഒരു ഡെസ്റ്റിനിയാണ് കിട്ടിയത്. ആ നിശബ്ദത ഒരു പാട്ടായിട്ട് തീർന്നു. That the same breath, the hay became the symbol of divine grace entering human frailty. അതായത് ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഹേ കേറിയിട്ട് എന്തു പറ്റി? അവിടെ ഒരു വിശുദ്ധമായ ഒരു പുനർജനനം നടന്നു. അതെന്തിനെയാണ് ഞാൻ അതിന്റെ അടുത്ത ഓക്കെ, അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. അത് കഴിഞ്ഞ് 2 എന്ന് എഴുതിയിട്ട് ദ ബ്രത്ത് ഇൻ ഗോഡ്സ് നെയിം, ജീവശ്വാസത്തിലെ ദൈവനാമം അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര്. എഴുതിയോ? എഴുതിയെങ്കിൽ നിങ്ങൾ അതിന് യാഹ്വേ എന്ന് എഴുതണം. ആ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്: ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ H, ക്യാപിറ്റൽ W, ക്യാപിറ്റൽ H. ഈ പേര് ഞാൻ നിങ്ങളടുത്ത് പറയാം. ഈ പേര് എപ്പോഴും എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു നാമമല്ല. വളരെ പരിശുദ്ധവും പരിപാവനവുമായ ഒരു നാമമാണ്. യോദ് ഹേ വാവ് ഹേ. ഓക്കെ, നിങ്ങൾ വളരെ പരിശുദ്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു നാമമാണ്. ഞാൻ ബൈബിളിലെ ഒരു വാക്യം ഞാൻ വായിപ്പിക്കാം നിങ്ങളെ കൊണ്ട്. ആരെങ്കിലും പെട്ടെന്ന് ഒരു ബൈബിൾ എടുക്കാൻ കഴിയുന്നവരെ എടുക്കുക. എന്നിട്ട് പുറപ്പാട് പുസ്തകം 33:15b വായിക്കണം. 3:15b. 15b എന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റാൻസ അല്ല, രണ്ടാമത്തെ സ്റ്റാൻസയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് മലയാളത്തിൽ ഒന്ന് വായിക്കാമോ ആരെങ്കിലും? ഒരാളൊന്ന് ഉറക്കെ. ബ്രദർ 33:15 അല്ലേ? അല്ല, 3:15 നോക്കി. എനിക്ക് എന്റെ കണ്ണ് പിടിക്കാത്തോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. 3:15 ആദ്യം നോക്കപ്പാ. 15 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 3:15 ഇച്ചിരി വലുതാ. അത് വായിക്കട്ടെ? വായിച്ചോ. ബി ഭാഗം വരുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അതെ, ദിസ് ഇസ് മൈ നെയിം ഫോർ എവർ. അവിടെ നിന്നാ തുടങ്ങും. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് കൂടെ ഞാൻ വായിക്കാം. This is my name forever, and thus I am to be remembered throughout all generations. സകല തലമുറകളും, ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന സകല തലമുറകളും ഇത് ഓർക്കുകയും ഇത് ഓർമ്മയിലിരിക്കുകയും, അത് എന്താണ് പറയുന്നത്? അത് എന്നേക്കും എൻ്റെ നാമമാകുന്നു, അത് ഓർമ്മയിരിക്കുകയും സകല തലമുറകളിലൂടെയും ഈ നാമം കടന്നു പോകേണ്ടതാകുന്നു. ഇത് ദൈവത്തിന്റെ ഒരു സർനെയിമാണ്, യാഹ്വേ. നമുക്കിത് എപ്പോഴും എവിടെയും ഉപയോഗിക്കാനുള്ള ഒരു പേരല്ല, അതിനുള്ള അവകാശവും തന്നിട്ടില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഈ നാമത്തെ വിളിക്കുമ്പോൾ അദോനായി എന്ന് ചേർത്ത് വിളിക്കാം. അദോനായി എന്ന് പറയാം. അതല്ലെങ്കിൽ മൈ ലോർഡ് എന്ന് പറയാം.
എൻ്റെ കർത്താവേ എന്ന് പറയും. ഈ നാമത്തെ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഈ കൽപ്പനകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ആശയമുണ്ട്. എൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും ഇതെടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. കാരണം അതിപരിശുദ്ധമായിട്ടുള്ള ഒരു നാമമാണ്. പിന്നെ നമ്മൾ ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ ഒരു ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം 100-ൽ പരം നാമങ്ങൾ യഹോശുവയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ഉണ്ട്. പല രീതിയിൽ അൽ ഗിബോർ, അൽ ഇഷി, ഷമ്മായി, ഷമ്മ, ഷലോം, ഷാലോം, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. ഒരുപാട് 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 അർത്ഥങ്ങളുണ്ട്. ഗിബോർ എന്നൊരർത്ഥമുണ്ട്. അപ്പോ നമുക്ക് അങ്ങനെയാണ് വിളിക്കാൻ അവകാശമുള്ളത്. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം. ദൈവം അനുവദിക്കുവാണെങ്കിൽ, സമയം തരുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്ക് ഈ നാമങ്ങളെല്ലാം പറഞ്ഞ് അതിന്റെ അർത്ഥം പറഞ്ഞ് എവിടെയാണ് അത് കിടക്കുന്നതെന്ന് കാണിച്ചു തരണമെന്ന് എനിക്കുണ്ട്. ഓക്കെ, ദൈവം അനുവദിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ രണ്ടാമത്തെ ഹെഡിങ് അങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇൻ ഹീബ്രു ദ സേക്രഡ് നെയിം ഓഫ് ഗോഡ് ഇസ് ഓൾമോസ്റ്റ് unpronounceable. It is composed entirely of breath sound. എബ്രായ ഭാഷയിൽ ദൈവത്തിന്റെ ഈ നാമം അതിപരിശുദ്ധമാണ്. അത് നാവ് കൊണ്ട് എടുക്കാനുള്ളതല്ല. അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ശ്വാസോശ്വാസ ഗമന ആഗമനം കൊണ്ടാണ്. ഞാനീ പറയുമ്പോ ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആശ സിസ്റ്ററിന് വലിയ പ്രശ്നം ഇല്ലാതെ, വലിയ മുറിവേൽക്കാതെ പോയി. കാരണം ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യണേ ബ്രദറെ. തീർച്ചയായിട്ടും കട്ടി ഉള്ള മലയാളം പറഞ്ഞപ്പോൾ മുറിവേൽക്കാതെ ഞാൻ ഇംഗ്ലീഷ് പറയുന്നത്. ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ ഓൺലൈനിൽ അമേരിക്കയിൽ നിന്നും കേട്ട് മനസ്സിലാക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. In Hebrew, the sacred name of God is almost unpronounceable. It is composed entirely of breath sound. അപ്പൊ അത് എന്താണ് ബ്രെത്ത് സൗണ്ട് എന്നറിയാമോ? അതും കൂടെ ഞാൻ വിശദീകരിക്കാൻ പോവാണ്. യോദ്, യോദ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്തേ? ആ ശ്വാസം പുറത്തേക്ക് വിട്ടു. അടുത്ത ഹേ, അകത്തേക്ക് എടുത്തു. വാ, പുറത്തേക്ക് വീണ്ടും വിട്ടു. ഹേ, അകത്തേക്ക് വീണ്ടും. യോദ് ഹേ, വാവ് ഹേ. എല്ലാവരും അത് പഠിക്കേണ്ടതാണ്. 4 അക്ഷരമാണ്. നമ്മൾ തുടർമാനമായിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ്. ഹേ കഴിഞ്ഞാൽ അടുത്ത യോദാണ് വാവാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. യോദ് ഹേ, വാവ് ഹേ. അപ്പൊ യോദ് എന്ന് എഴുതിയിട്ട് ദ സ്പാർക്ക് ഓഫ് ഇൻഹെയിൽ, അതായത് ശ്വാസോശ്വാസത്തിന്റെ എന്താണ് സ്പാർക്ക്? ബ്രദർ പ്ലീസ്. അപ്പോ 2 ടൈംസും ഇത് ഇൻഹലേഷൻ ആണോ വരുന്നത്? യോദ് ഹേ പറഞ്ഞപ്പോ അത് ഇൻഹേൽ ചെയ്തു, പിന്നെയും അടുത്ത ഹാ പറഞ്ഞപ്പോഴും ഇൻഹലേഷൻ വന്നു. ആക്ച്വലി അത് ഇൻഹേൽ ആൻഡ് എക്സേൽ എന്നാണല്ലോ. ഇൻഹേൽ ആൻഡ് എക്സേൽ ആണ്. അതിലാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. യോദ്, യോദ് എടുക്കുന്ന എങ്ങനെയാ? യോദ് 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 എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടു. You spoke about the word hey, as in hey is the inhalation and hey is the exhale. So hey, when you say hey, that is where you inhale, and the hey would be exhalation because that is the breath. അങ്ങനെ പറഞ്ഞ പോലെ ഒരു ഇതുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുകൂടെ ക്ലാരിറ്റി. യോദ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്ക് പോയി. ഹേ എന്ന് എടുക്കുമ്പോൾ അകത്തേക്ക് പോയി. വീണ്ടും വാവ് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്വാസം പുറത്തേക്ക് പോയി. ഹേ എടുത്തപ്പോൾ വീണ്ടും അകത്തേക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. ദ യോദ് എന്ന് എഴുതിയിട്ട് ദ സ്പാർക്ക് ഓഫ് ഇൻഹെയിൽ.
ഓക്കെ, അടുത്ത ഹേ എഴുതിയിട്ട് ദ ഹേ ഓഫ് സ്പിരിറ്റ്, ദ എക്സൈൽ ഓഫ് സ്പിരിറ്റ്. വാവ് എഴുതിയിട്ട് ദ ബ്രിഡ്ജ് ഓഫ് ബ്രെത്ത്, ദ സായ്. അടുത്ത ഹേ എഴുതിയിട്ട് ദ സായ് ഓഫ് സറണ്ടർ. അപ്പോ നമ്മൾ ഈ അക്ഷരം യോദ് ഹേ വാവ് ഹേ എന്ന് പറഞ്ഞപ്പോ, അതായത് ജീവശ്വാസത്തിന്റെ ഒരു തീപ്പൊരി അല്ലെങ്കിൽ ഒരു സ്ഫുരണനം എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഹേ എന്ന് പറയുമ്പോൾ ആ സ്പിരിറ്റിനെ, ആത്മാവിനെ ഒന്നും കൂടി നമ്മൾ അകത്തേക്ക് എടുക്കുന്നു. അതിന് വാവ് പറഞ്ഞപ്പോ ദ ബ്രിഡ്ജ് ഓഫ് ബ്രത്ത്, അതായത് ജീവശ്വാസത്തിന്റെ ഒരു പാലം. നമ്മൾ വീണ്ടും ഹേ പറഞ്ഞു. എന്താണ്? ഞാൻ അടിയറവ് പറയുന്നു പിതാവേ, എനിക്കുള്ളതെല്ലാം അവിടത്തേക്കാണ്. അപ്പോ വെൻ whispered in rhythm, Yahweh sound like a inhale and exhale of life itself. നമ്മൾ ഈ വാക്ക്, ഈ പദം നമ്മൾ താളാത്മകമായിട്ട് തന്നെ അത് പറയുമ്പോൾ, യാഹ്വേ എന്നുള്ള ആ പദം പറയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ശ്വാസോച്ഛ്വാസം എടുക്കുകയും അകത്തേക്ക് വിടുകയും ചെയ്യുന്ന ജീവനെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവൻ, അതായത് ദൈവം നമുക്ക് തന്ന ആ ജീവനെ തന്നെയാണ് നമ്മൾ പുറത്തേക്കും അകത്തേക്കും എടുക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അത് ജീവിതം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17:28 നമുക്ക് ഇങ്ങനെ വായിക്കാം, ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്. ആർക്കെങ്കിലും ഒന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17:28 ഒന്ന് വായിക്കാമോ? മലയാളത്തിലാണോ ബ്രദറെ? അതെ, മലയാളത്തിൽ വായിച്ചോ, മലയാളത്തിൽ വായിച്ചോ. അവനിലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ആമേൻ. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആദ്യം ആ വായിച്ച അതാണ്. അതൊന്നുകൂടെ വായിക്കോ. ഇൻ ഹിം വി ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അതെ അതെ, ഈ നമ്മളിപ്പം ഈ ബ്രത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ബ്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ലൂക്കോസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്? അവനിലല്ലോ. അത് ആര് പറയുന്നതായിട്ടാ പറയുന്നേ? അത് ആരോടാ സംസാരിക്കുന്നേ? ആ കോണ്ടെക്സ്റ്റും കൂടെ ഒന്ന് പറയാമോ പെട്ടെന്ന്? അതാണ് ഇമ്പോർട്ടന്റ്. എവിടെ, ആര്, എങ്ങനെ പറഞ്ഞു എന്നുകൂടെ ഒന്ന് നോക്കാമോ പെട്ടെന്ന്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതായോ തെളിച്ചു പറ. നമ്മൾക്ക് എല്ലാവർക്കും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. ആണ്. ആരോട് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഏരിയോപൈഗസ് നിന്നുകൊണ്ട് പറഞ്ഞു. അതൊരു കൂട്ടർ മനുഷ്യരുടെ മുന്നിൽ നിന്ന് പറഞ്ഞത്. അതെ, അത് എന്തായിരുന്നു ആ സംഭവം? ഇച്ചിരി ഉറക്കെ പറയണം. ഈ പറയുന്ന ആള് ഇച്ചിരി ഉറക്കെ പറയണം. കാരണം നമ്മുടെ ഒരുപാട് ജനത്തിന് കേൾക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും നിങ്ങളെ കൊണ്ട് തന്നെ വിശദീകരിപ്പിക്കുന്നത്. ഇത് ആ ഭാഗത്ത് തന്നെ 22 പറയുന്നുണ്ട്. 22 പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അധേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാ സ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാദേവനെന്നൊരു എഴുത്തുള്ളത് ഒരു വേദിക്കല്ലിൽ കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഒന്ന് പോസ് ചെയ്യാമോ? സി, ഇവിടെ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് വളരെ വിശുദ്ധമായിട്ടൊന്ന് നോക്കി. ആരുടെ മുമ്പിൽ, എവിടെ നിന്ന്, എങ്ങനെ, ആരോട് പറഞ്ഞു? നിങ്ങൾ ഓരോരുത്തരും, പ്രിയപ്പെട്ട ഈ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും, ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത്. എവിടെ, എന്തുകൊണ്ടാണ് ഇത് പൗലോസ് തന്നെ പറയാൻ കാരണം അവിടെ ഒരു ഊമ വിഗ്രഹത്തെ അവരെല്ലാവരും പൂജിക്കുന്നതിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നിട്ടാണ് പറഞ്ഞത്. നടുവിൽ. ഈ നടുവ് എന്നുള്ളത് ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ അതിനും ഒരു അർത്ഥമുണ്ട്. നടുവിൽ എന്ന് പറയുമ്പോൾ, ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്, ഒരു അർത്ഥ തലമുണ്ട്. ആ അർത്ഥ തലമുണ്ട് കാരണം അവിടെ നിന്ന്
ആധികാരികതയോടെയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് പറയുന്നു? അവന്റെ ശ്വാസത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നതും ചരിച്ചു കൊണ്ടിരിക്കുന്നതും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബൈബിൾ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇൻ ഹിം വി live ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീങ്സ്. ആ വാക്ക് വളരെ ഇതാണ്. അപ്പോ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മളുടെ ഓരോ ശ്വാസവും എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ അറിയാതെ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്നുണ്ട്. In every breath we take is a silent act of worship as an unconscious utterance of his name. നമ്മൾ അറിയാതെ തന്നെ, നമ്മളിൽ അറിയാതെ തന്നെ, നമ്മുടെടുത്ത് അനുവാദം ചോദിക്കാതെ തന്നെ ആണ് ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെടുത്ത് അനുവാദം ഒന്നും ചോദിച്ചായിരുന്നു? ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, വരുവിൻ, നമുക്ക് പോയി നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും നമുക്ക് ഈ മണ്ണിൽ അധമിൽ നിന്ന് നമുക്ക് ആദമിനെ ഉണ്ടാക്കാം. നമ്മടുത്ത് ചോദിച്ചിട്ടല്ല ഇത് മേടിച്ചത് തന്നത്. അപ്പം അത് ചോദിക്കാതെ തന്നെ നമ്മളിലേക്ക് ഒരു ഇമ്പാർട്ടേഷൻ, ഒരു ഇംപ്ലിമെന്റ് ചെയ്ത ഒരു റിതമുണ്ട്. ഇതിൽ യോധുഹേ വാവുഹേ ഉണ്ട്. നമ്മളൊന്ന് ശ്വാസം എടുത്തൊന്ന് നോക്കി, അതിൽ തന്നെ ഉണ്ട് ഒരു ഹേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹേ എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ സ്തുതിക്കുമ്പോൾ നമുക്കറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രപഞ്ചം മുഴുവനും തൻ്റെ സൃഷ്ടാവിന് വേണ്ടിയിട്ട് ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. അങ്ങനൊരു വചനം ഉണ്ടല്ലോ ബൈബിളിൽ. They are longing for, every creatures are longing to see their master. അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ അധ്യാപകനായിട്ട് പുള്ളിക്കാരനെ എനിക്ക് ഇടയ്ക്കൊക്കെ സംസാരിക്കാനും മിണ്ടാനും മെസ്സേജ് ചെയ്യാനും ഉള്ള അനുവാദമൊക്കെ ഉള്ളൂ. ഒരു യഹൂദനാണ്, വളരെ വലിയൊരു പാട്ടുകാരനും കൂടിയാണ്, ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇങ്ങനെയായിരുന്നു, നമ്മൾ ഏകദേശം വി ആർ അറ്റ് ദ ബ്രിം ആക്ച്വലി. കാരണം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏകദേശമൊക്കെ വളരെ അടുത്തെത്തിയെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എസെക്കിയേൽ പ്രവചനം 34 ആണോ 31 ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വിട്ടുപോയി, ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കേട്ടുപോയതേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രവചന നിവൃത്തിയും കൂടി നമ്മുടെ മുമ്പിലൂടെ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു പോകുന്ന കണക്ക് പോയി കഴിഞ്ഞു. ഒരു പ്രവചനം കൂടി. അപ്പം ഓക്കെ, ഞാൻ വേറെ ഒന്നും അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ടോപ്പിക് അല്ലാത്ത. അപ്പൊ ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എവ്രിബഡി ഈസ് വെയിറ്റിംഗ്. സോ ഞാൻ ഇതിലൂടെ ഞാൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. എക്ലീസിയാസ്റ്റിക്കൽ 12:7. സഭാപ്രസംഗിയുടെ പുസ്തകം 12:7. സഭാപ്രസംഗിയുടെ പുസ്തകം 12:7. പെട്ടെന്ന് വായിക്കാമോ? ആരെങ്കിലും ഒരാള്, നമ്മുടെ സമയം പോകുന്ന മുമ്പിലുള്ള. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. അതന്നാണോ സർ? Yeah, even the dying whisper his name as their final breath leave their body, the spirit returning to its source. ഒന്ന് വായിക്കാമോ സിസ്റ്ററെ ഉറക്കെ ഒന്ന്? Can you read? Yeah, it says, and the dust returns to the earth as it was, and the spirit returns to God who gave it. ഉണ്ടോ? ഇത് എവിടേക്കാണ് വന്നത്? അവിടേക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഉറക്കെ വായിക്കണം. വചനം വായിക്കുമ്പോൾ എപ്പോഴും ഉറക്കെ, ശബ്ദത്തോടെ, ശക്തിയോടെ വായിക്കണം.
നമ്മൾ ഒരിക്കലും, കാരണം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊരു വീഡിയോ ഇട്ട് തരാം എങ്ങനെയാണ് ഇവർ തോറ വായിക്കുന്നത്. തോറ വായിക്കുമ്പോൾ വളരെ ഭയത്തോടെ, ഭക്തിയോടെ, ഉറക്കെ, ശക്തിയോടെ, അതിന് കൊടുക്കേണ്ട സകല ബഹുമാനവും കൊടുത്താണ് വായിക്കുന്നത്. നമുക്ക് ആമേൻ. നോവല് എങ്ങനെ വേണമെങ്കിലും വായിക്കാം, കവിത എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ബട്ട് വെൻ യു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം കയ്യിലെടുത്ത് അത് വായിക്കുമ്പോൾ അത് തന്ന ആ ആരോഗ്യം, ശ്വാസം, അതിനെല്ലാം പരിഗണിച്ചിട്ട് വേണം വായിക്കാൻ. വളരെ ഉറക്കെയാണ് വായിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എബ്രായന്മാര് ഇത് വായിക്കുമ്പോൾ അവർ കവിത പാടുന്നത് പോലെയാണ് ഇത് വായിക്കുന്നത്, തോറ വായിക്കുന്നത്. കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഉള്ളടക്കത്തിലുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് സംഗീതമാണ്. ദൈവത്തിന്റെ സ്വരം എപ്പോഴും സംഗീതമാണ്. സംഗീതം, നമ്മളൊരു മ്യൂസിക് കേട്ടാൽ എന്ത് ചെയ്യും? നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും അല്ലെ? നമ്മൾ താളം പിടിക്കും, പതുക്കെ ഒന്ന് താളം പിടിക്കും, നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. നമ്മൾ സംഗീതമാണ് കേൾക്കുന്നത്. അതാണ് ദൈവത്തിന്റെ സ്വരവും, സംഗീതമാണ്. അത് ആസ്വദിക്കുവാനാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനും ദൈവവും സംസാരിക്കാനായിട്ട് ആ സംഗീതമായിട്ട് അങ്ങനെയാണ് കോൺവെർസേഷൻ വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ചില കവികളൊക്കെ പറയുന്നത്, മനുഷ്യന്റെ ശബ്ദം അല്ലെങ്കിൽ മനുഷ്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനോട് സംസാരിക്കുന്നത് സംഗീതം പോലെ ആകണമെന്നാണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എഴുതാം. ദ ബ്രെത്ത് ഇൻ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയയുടെ ജീവശ്വാസം. അപ്പോ ഞാന് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം അത് എഴുതാനായിട്ട്. അപ്പോ കുറച്ച് ഞാൻ അങ്ങനെ നോക്കിയപ്പോ നിങ്ങൾക്കതൊരു ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. പ്രൈസ് യാ. കണ്ടോ? കണ്ടു. ഹല്ലേലൂ ഹൈഫൺ ഇട്ടിട്ട് വേണം യാഹ് എന്ന് എഴുതാൻ. യാഹ് എന്ന് എഴുതുമ്പോൾ വൈ ക്യാപിറ്റൽ തന്നെ ആകണം കേട്ടോ. അപ്പൊ പ്രൈസ് യാഹ് എന്ന് എഴുതുമ്പോൾ യാഹിന് സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദ ഡിവൈൻ ഫോം യാഹ് എൻഡ്സ് വിത്ത് ഹേ. അതായത് ഈ ഹല്ലേലൂയാഹ് എന്ന് പറയുമ്പോ ആ യാഹിന്റെ അവസാനം ഒരു ഹേ ഉണ്ട്. The short divine form Yah ends with He. The same exhaled sound of spirit, breath, praise. അതായത് ആ ഹേ അവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ആ അതേ ശ്വാസം പുറത്തേക്കെടുത്ത ജീവാത്മാവിന്റെ സ്തുതി, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ പ്രൈസസ് അല്ലെങ്കിൽ സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. നീ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് കൊണ്ടാ. പ്ലീസ് അവിടെ മ്യൂട്ട് ചെയ്യണം. ആരാണ് മ്യൂട്ട് ചെയ്യാത്തത്? അവര് മ്യൂട്ട് ചെയ്യണം. ഓക്കെ. Praise the Lord, brother. ഒരു ഡൗട്ട്. The same exhale sound of the spirit of praise എന്നാണോ the spirit of man എന്നാണോ? The same exhale sound of spirit, breath, praise എന്നാണ്. ഓക്കെ ആണോ? No, please come again. It's not. Can you just share again? Sorry. ഓക്കെ, എന്താ ഞാൻ ചെയ്യണ്ടേ? എനിക്ക് മനസ്സിലായില്ല. Exhale sound of the spirit of man or the spirit of praise. ഓക്കെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി.
അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇമ്പാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റ് ആണ് പ്രൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്ന് കാര്യം പറയാം, ഈ പ്രൈസ് എന്ന് പറയുന്നത് എന്താ? പ്രൈസ് സ്തുതി. എപ്പോഴാ തുടങ്ങുന്നേ? ദൈവത്തെ ആരാധിക്കുമ്പോൾ. സ്തുതിക്കുന്നു, ലൈക്ക് യു ആർ പുകഴ്ത്തുക, ഒരാളുടെ ആരാധനയും സോറി ആശിസ് പറഞ്ഞു. സോറി, നമ്മൾ സ്തുതിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ അക്കംപ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ, അതിനെ നമ്മൾ ഗുഡ് അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നത്. ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം വർഷിപ്പ്, ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ആരാധന. കറക്റ്റ്, മനസ്സിലായോ? ഈ സ്തുതിയും ആരാധനയും രണ്ടും രണ്ടാണ്. നമ്മള് പ്രാകാരങ്ങളിൽ സ്തുതിയോടെ എന്നുള്ളൊരു വചനം ഓർക്കുന്നുണ്ടോ നിങ്ങള്? അപ്പോ അന്നേരം സ്തുതി എന്താ? ഇത് സ്തുതി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. അവിടെ മോശയ്ക്ക് കൃത്യമായിട്ട് എന്തു സ്തുതിക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ നന്മകള്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഉദാഹരണത്തിന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ വിഷയം അതല്ല, ഇതായതുകൊണ്ട് പെട്ടെന്ന് പറയാം. യഹോവ, ആ പേരെടുക്കാൻ പറ്റത്തില്ല. അദോനായി നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നും എന്നേക്കുമുള്ളത്. അവിടുത്തെ നീതിയിൽ ഞങ്ങൾ സ്തുതിക്കുന്നു, അവിടുത്തെ വിശ്വസ്തതയിൽ ഞങ്ങൾ സ്തുതിക്കുന്നു, അവിടുത്തെ നടത്തിപ്പിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് നീതിമാനായ ദൈവം അവിടുന്ന് പുരാതന ദൈവം ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതാണ് സ്തുതികളിലേക്ക് നിറഞ്ഞു വരേണ്ടത്. ഇത് വന്ന് കഴിഞ്ഞ് ഇത് അടുത്ത ലെവലാണ് ആരാധന. ആരാധന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ നിശബ്ദതയാകാം, കൂരിരുട്ടാകാം, ഇടിയും മിന്നലുമാകാം. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത്, ചില സമയത്ത് ഏങ്ങലടികൾ മാത്രമായിരിക്കാം, ചില സമയത്ത് ആനന്ദമായിട്ട് നമുക്ക് സ്വർഗീയ അനുഭവങ്ങളെ കാണുവാൻ പറ്റും. ഇതിൻ്റെ അകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവര് അങ്ങനെ സ്വർഗീയമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. ചില ഏഞ്ചലിക് വിഷൻസിനെ കാണാൻ പറ്റും, സ്വർഗീയമായ വെളിപ്പാടുകൾ കാണും. നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയാ, പല കാര്യങ്ങളും നമ്മൾ വെട്ടിത്തുറന്ന് പറയും ദൈവത്തിനോട്, ഇതാണ് അതാണ് അതായത് നമ്മുടെ ദേഹത്തിൽ നിന്നും നമ്മുടെ ദേഹിയിലേക്ക് കയറി, ദേഹിയിൽ നിന്നും പിന്നെ അടുത്തൊരു തലമുണ്ട്, ആത്മാവിന്റെ തലം. ആ തലത്തിലേക്ക് വരുമ്പോഴാണ് സ്വർഗം കണക്റ്റ് ആവുന്നത്. സ്വർഗം കണക്റ്റ് ആവുന്ന ഒരു നേരമുണ്ട് നമ്മുടെ ആരാധനകളിൽ. അല്ലാതെ നമ്മള് ഇപ്പോൾ ബോർഡ് വെച്ചിരിക്കുന്ന പലതുകൊണ്ട് 24 മണിക്കൂർ ആരാധന, ഇറ്റ്സ് റോങ് ആക്ച്വലി. 24 മണിക്കൂർ നിങ്ങൾ സ്തുതിക്കുന്നു, ദാറ്റ്സ് ഫൈൻ, പക്ഷെ ആരാധനയുടെ ലെവല് മാറും. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, ആരാധനയിൽ വരുന്ന ഒരു സഭ അല്ലെങ്കിൽ ആരാധനയിൽ നയിക്കപ്പെടുന്ന ഒരു സഭ, ആ സഭ എന്ന് പറയുന്നത് വെളിപ്പാടിന്റെ ഒരു സഭയായിരിക്കും. ആ സഭ ആ ദേശത്തെ മാറ്റിമറിക്കും. ഈ 3000 പേര് അവരവിടെ കാത്തിരുന്നു. അവർ ഒരു തലത്തിൽ നിന്നും അടുത്തൊരു വലിയൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് അപ്പ് ചെയ്തു, ആരാധനയുടെ ഒരു ഷിഫ്റ്റ് അപ്പ്. അപ്പൊ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കൃത്യസമയത്ത്, തുറക്കേണ്ട സമയത്ത് കൊടിയ കാറ്റടിച്ചു, അവർക്കുമേൽ പരിശുദ്ധ റൂഹ അഗ്നിയുടെ നാവ് പോലെ അവരുടെ തലയ്ക്ക് മേലെ വന്നു നിന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളില്, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ? അവിടെ സംഭവിച്ചത് ഒരു കുലുക്കമാണ്. ആ കുലുക്കത്തിൽ എന്താ സംഭവിച്ചേ എന്ന് വെച്ചാൽ, ഇതൊക്കെ ആ കുലുക്കം എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ആ കുലുക്കം എന്ന് പറയുന്നത് ആ ദേശത്ത് കുലുങ്ങേണ്ടത് കുലുങ്ങി, ആ ദേശത്ത് ഒരു പരിവർത്തനം സംഭവിച്ചു. അതാണ് അതിന്റെ ആക്ച്വൽ ഇത്. താങ്ക് യു ആശിസ് അബൌട്ട് വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. നല്ല കാര്യം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കോൽ ഹനേഷ്മാഹ് തെഹലാൽ യാഹ് ഹല്ലേലൂയാഹ്. 150 സങ്കീർത്തനം 6 വാക്യമാണ് ഞാൻ വായിച്ചത്. 150 സങ്കീർത്തനം അതിന്റെ 6 വാക്യം. കോൽ എന്ന് പറഞ്ഞാൽ എവ്രിതിങ്
എവറിത്തിങ് എന്ന് വെച്ചാൽ ഉള്ളതെല്ലാം, എനിക്കുള്ളതെല്ലാം, എനിക്ക് എന്തൊക്കെയുണ്ട് എല്ലാം, എനിക്ക് എന്തൊക്കെയുണ്ട് ദൈവമാണ് തന്നത്. അതെല്ലാം, വീട്, കുടുംബം, ജീവിതം, സ്വപ്നം, എൻ്റെതായിട്ടുള്ള ചിന്തകൾ, എൻ്റെതായിട്ടുള്ള വികാരങ്ങൾ, എൻ്റെതായിട്ടുള്ള മനോഭാവങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന എല്ലാം ദൈവമേ ഇന്നുവരെ, ഇപ്പോൾ ഈ അന്നമ്മയെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ജനിച്ച അന്നു മുതൽ ഇന്നേ വരെ ദൈവം കൂട്ടി യോജിപ്പിച്ചതും നടത്തിയതുമായ സകല അനുഭവങ്ങളും എല്ലാം ഹോൾ എന്ന് പറയുന്നത്. അടുത്തത് ഹനേഷ്മാഹ്, ഞാൻ സർവ്വതുമായിട്ട് മുന്നോട്ട് വരുന്നു. തെഹലാൽ, സ്തോത്രത്തോടെ. അത് കഴിഞ്ഞിട്ട് യാഹ്, ഹല്ലേലു, അതായത് ജീവനുള്ളതെല്ലാം എനിക്ക് തന്നതെല്ലാം ദൈവം കർത്താവിനെ സ്തുതിക്കട്ടെ എന്നർത്ഥം. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള അടങ്ങിയിരിക്കുന്ന ആഴത്തിലുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ഹനേഷ്മാഹ്, ജീവനുള്ളതെല്ലാം, തെഹലാൽ, യാഹ്, ഹല്ലേലു, യാഹ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ഉള്ളതായിരുന്നില്ല, പക്ഷെ ഹല്ലേലിയ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞതായിരുന്നു. ഓക്കെ. When you say hallelujah, your lungs, your lips and the soul align with a divine rhythm. അതായത് നമ്മൾ ഹല്ലേലൂയാ എന്ന് പറയുമ്പോൾ നമ്മുടെ ലങ്സ്, നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ ആത്മാവ്, ഇതെല്ലാം ആ ദിവ്യമായ എന്താണ് ഋതം, ആ താളത്തെ കൂട്ടി യോജിപ്പിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ഹല്ലേലൂയാ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് 150-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ലെറ്റ് എവറിത്തിങ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. ജീവനുള്ളതൊക്കെയും യാഹിനെ സ്തുതിക്കുമാറാകട്ടെ. ഇതൊരു യാദർച്ഛികമല്ല. ഇറ്റ് ഈസ് നോട്ട് എ കോയിൻസിഡൻസ്. The hey in Yah is literally the sound of your praise breath leaving the body. ഇതൊട്ടും യാദർച്ഛികമല്ല. ഹേ എന്ന് പറയുന്നത്, അത് അവസാനിക്കുന്ന യാഹ് എന്നുള്ള ഹേ, അത് വാസ്തവത്തിൽ അല്ലെങ്കിൽ ആശ്ചര്യമായി ആ സൗണ്ട് നമ്മുടെ സ്തുതി, നമ്മുടെ ജീവന്റെ ഉള്ളിലുള്ള ആ സ്തുതിയെ പുറത്തേക്ക് ശരീരം വിടുന്നു. നമ്മൾ ജീവന്റെ ശ്വാസം ഉച്ഛ്വസിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും നമ്മൾ ആരാധനയുടെ ഒരു ഘടനയിലേക്ക്, അല്ലെങ്കിൽ ആരാധനയുടെ ഒരു ചരടിലേക്ക് നമ്മളെ കോർത്താണ് പോകുന്നത് പക്ഷെ നമ്മൾ അറിയാതെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത 4-ാമത്തെ പോയിന്റ് എഴുതിക്കോ. ദ മിസ്റ്ററി ഓഫ് ഹേ ആസ് നിഷിമാഹ് ഇലോഹിത് എന്നെഴുതുന്നു. ELOHIT. അതായത് നശമ എലോഹിത് എന്ന് പറയുന്നത് ഡിവൈൻ റെസ്പിറേഷൻ എന്നാണ്. ഡിവൈൻ റെസ്പിറേഷൻ, അതായത് പരിശുദ്ധമായ ശ്വാസം പുറത്തേക്കും എടുക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. The mystery of He as Neshimah Elohit. Elohit എന്നല്ല, ELOHIT. ഓക്കെ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇതൊരു യഹൂദപരമായ ഒരു മർമ്മമാണ്. ഈ നെഷമ എന്ന് പറയുന്നത്, നെഷിമാഹ് എന്ന് പറയുന്നത്, അത് നെഷിമാഹ് സെയിം മൂലപദമായ നെഷമാഹ് എന്നുള്ള ആ റൂട്ടിൽ നിന്നാണ്, ദ സെയിം റൂട്ട് ആസ് നെഷമാഹ്, അതിൽ നിന്നാണ് നെഷിമാഹ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നെഷിമാഹ് ഇലോഹിത് എന്നാണ്. ഇലോഹിത്, ഡിവൈൻ റെസ്പിറേഷൻ. അപ്പോ ഈ നെഷിമാഹ് എന്ന് പറയുന്നത് നെഷിമാഹ്
എന്നുള്ള റൂട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് ബ്രത്തും സോളും ഒന്നാണ് എന്നാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നെഷിമാഹ് ആൻഡ് നെഷമാഹ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നെഷിമാഹ്, മറ്റേത് നെഷമാ. ബ്രദർ ഒരു പ്രാവശ്യം കൂടെ അതിന്റെ ഡിഫറൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിഷിമ ആൻഡ് നിഷമ. ഈ നെഷമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു അല്ലെ? ജീവനുള്ള ദേഹി. ഡിവൈൻ ബ്രെഡ്. നെഷിമാഹ് എന്ന് വെച്ചാൽ എന്താണ്? ശ്വസിക്കുക. നോ 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 നോ. സോൾ. സോൾ, ആത്മാവ്. അപ്പോ ആത്മാവും അതേപോലെ തന്നെ ശ്വാസവും ഒന്നാണ്, കണക്റ്റഡ് ആണ്. നമുക്ക് ശ്വാസത്തെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ശ്വാസത്തെ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ആത്മാവിനെയും ആരും കണ്ടിട്ടില്ല. ദൈവം ആത്മാവാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. As long as the breath neshimah is in a man, he praises God neshamah. അതായത് ആ ഭയങ്കരമായ ശ്വാസം ഉണ്ടല്ലോ, ആസ് എ ലോങ് ബ്രത്ത് നെഷിമാഹ്, അത് മനുഷ്യൻ അതൊക്കെ പുറത്തേക്ക് വിടുന്നു. ആ പുറത്തേക്ക് വിടുമ്പോ എന്ത് പറ്റും? നശമാ, അതിലടങ്ങിയിരിക്കുന്ന ജീവന്റെ ആ ശ്വാസം ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ടു ബ്രത്ത് ഇസ് ടു പ്രേ. അതായത് ഓരോ ശ്വാസത്തിലും ഓരോ പ്രാർത്ഥനയുണ്ട്. The hair reminds us that life and worship are inseparable. Every inhalation is grace received. Every exhalation is praise returned. അതായത് ഓരോ ശ്വാസം നമ്മൾ എടുക്കുമ്പോഴും കൃപ അകത്തേക്ക് കയറുകയും പുറത്തേക്ക് പോകുന്നത് അത് സ്തുതിയുമായിട്ടാണ്. അതുപോലെ തന്നെ ജീവിതവും ആരാധനയും രണ്ടും രണ്ടല്ല, അതും വ്യത്യസ്തമല്ല, അത് വേർപെട്ടിരിക്കേണ്ടതല്ല. ഇൻസെപ്പറബിൾ എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച് ഇരിക്കേണ്ടത് ഒന്നാണ്. ജീവിതവും ആരാധനയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അടുത്തത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് കാണിക്കാം. നിങ്ങൾക്ക് അന്നേരം എന്തോ സിസ്റ്റർ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണേ. ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ തൽക്കാലം ഇപ്പം ഇത് എഴുതിക്കോ. ഞാനിതിന്റെ ഇംഗ്ലീഷ് എഴുതാൻ പറ്റുന്നവർ, മലയാളം എഴുതുന്നവർക്ക് ഞാനിത് പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്ന് എഴുതിക്കോ. കാണുന്നുണ്ടോ? ഓക്കെ, എഴുതിക്കോ. എഴുതിയിട്ട് താഴോട്ട് വരുമ്പോൾ എടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ അതേ കണക്ക് അത് റെഡിയാക്കി തരാം.
എഴുതിയോ അതോ പോയായിരുന്നോ അത്? ഇല്ലല്ലോ, എഴുതിയായിരുന്നോ? ഇല്ല, ഇല്ല, എഴുതിയില്ല, കാണുന്നില്ല. കാണുന്നില്ല? അത് പോയി സെർച്ച് വിൻഡോ വന്നായിരുന്നു ബ്രദറെ. അയ്യോ 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 അയ്യോ, സോറി സോറി. ഇപ്പൊ തിരിച്ചു വന്നു. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വന്നു. ആ, ഓക്കെ. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് എന്തോ വന്നേ? സെർച്ച് സാറ് വിൻഡോ. ആ, ഓക്കെ ഓക്കെ, ഞാൻ സെർച്ച് ചെയ്തത്. പ്രൈസ് ലോർഡ് ബ്രദറെ, ഇത് എഴുതിയെടുക്കാനല്ലേ? ആ ആ, ദ ഹേ ആൻഡ് ടു ഹേസിന്റെ ഫസ്റ്റ് ലൈൻ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. എവിടെയാണ്? ദ സെക്കൻഡ് പോയിന്റ്, ടു ഹേസ് ക്രിയേഷൻ. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം. താങ്ക് യു. ആ, എഴുതിയോ എഴുതിയോ എഴുതി തീർന്നോ? ഞാൻ താഴോട്ട് പോകാൻ വേണ്ടിട്ടായിരുന്നു. യെസ് ബ്രദർ. അതിന്റെ കണ്ടിന്യൂഷൻ ആണേ ഞാൻ ഈ കാണിക്കുന്നത്. എഴുതി കഴിയുമ്പോ ഒന്ന് പറയണേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ഡൺ ബ്രദർ. എഴുതിയോ? യെസ്. എല്ലാവരും എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുതിയില്ലെങ്കിൽ നമുക്ക് ആ സ്ഥലം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാം, കണ്ട് എഴുതാം. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ നമുക്ക് അവിടെ പോകാം. ഈ നെഷിമാഹ് എന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെ, ആ ആ വാ ആ വാക്കിന് ബ്രത്ത് എന്നൊരു അർത്ഥമുണ്ട്. നെഷി മാഹ് എന്നുള്ള അതിന് ആ സോറി നെഷിമാഹ് എന്നുള്ള അതേ വാക്ക് ബ്രത്ത് തന്നെയാണ്. അത് ആ സെയിം നെഷമാഹ് എന്നുള്ള ആ സെയിം പദത്തിന്റെ റൂട്ടിൽ വരുന്ന അതേ പദമാണ്. അതിന് ബ്രത്ത് സോൾ എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്,
ഇത് രണ്ടും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് മനുഷ്യന്റെ ബോഡിയിൽ. ഈ ബ്രത്ത് നെഷിമാഹ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഉള്ളിലാണ്. അത് പുറത്തേക്ക് വരുമ്പോ നെഷമാഹ് ആയിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. മനസ്സിലായോ? ഓമന, സുമ, സുനിത, മാത്യു സാർ, അന്നമ്മ ജോൺ, അമ്മാമേ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി കാരണം സാർ. അത് പറയണമെങ്കിൽ നെഷിമ എന്ന് പറയുന്നത് ഒരു ഫെമിൻ ആയിട്ടുള്ള ഒരു പദമാണ്. അപ്പൊ അത് പറയണമെങ്കിൽ എനിക്ക് വേറെ കുറെ കാര്യങ്ങളും കൂടെ പറയണം. അതാണെങ്കിൽ നെഷമ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പുറത്തും കൂടെ പറയണം. പക്ഷെ നമ്മൾക്ക് ഇതല്ല കണക്റ്റഡ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അധികം ചെലവഴിക്കാതെ കയറിപ്പോയത്. അപ്പൊ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നിങ്ങനെ നോക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് സെർച്ച് ചെയ്യാനായിട്ട് ഇടയ്ക്ക് പോയത്. ഓക്കെ ഓക്കെ അടുത്തത് നിങ്ങൾ എഴുതിയതുപോലെ ഹേ എഴുതിയിട്ട് വിൻഡോ ബ്രത്ത് റെവലേഷൻ, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതിന്റെ സ്പിരിച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ദ സോൾ ഓപ്പൺസ് ടു റിസീവ് ഡിവൈൻ ലൈറ്റ്. ഇതെല്ലാം ഞാൻ ഹേ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഞാൻ ഏറ്റവും തുടക്കം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു മുറിയിലേക്ക് ഒരു വെളിച്ചം വീശുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ഒരു വിശുദ്ധമായ ആ ഒരു വെളിച്ചം വീശുന്ന ഒരു അർത്ഥമാണ് ഹേയ്ക്കൊണ്ട് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് അർത്ഥമുണ്ട് ഹേയ്ക്ക്. അത് ഏത് കോണ്ടെക്സ്റ്റ് വരുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ അടുത്ത ലെവലിൽ പോകുമ്പോഴേ നമുക്കത് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പം അതിന്റെ അർത്ഥം എന്നുള്ള നിലയിൽ നിങ്ങളത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടു ഹേ ഇൻ യാഹ്വേ, അതായത് അതിനെ കാണിക്കുന്നത്, അതായത് രണ്ട് ഹേ എന്നുണ്ട്. യാഹ്വേ എന്നുള്ള ആ പദത്തിലെ രണ്ട് ഹേ ഉണ്ട്. ആ രണ്ട് ഹേ എന്ന് പറയുന്നത് ഒന്ന് സൃഷ്ടിയെക്കുറിച്ചും ഒന്ന് വീണ്ടെടുപ്പിനെയുമാണ് കാണിക്കുന്നത്. ദൈവം ആദാമിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ഊതി. ഒന്ന് സൃഷ്ടിപ്പ്. രണ്ട് യോഹന്നാൻ 20:20 നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവ് എന്തു ചെയ്തു? ഊതി എന്നൊരു വാക്കുണ്ട്. പരിശുദ്ധ റൂഹയെ സ്വീകരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി എന്ന് ഒരു കാര്യം നമുക്ക് വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനുണ്ട്. ഇത് ചർച്ചിനോടാണ്. ഇത് ദൈവത്തിന്റെ മന്ദിരമായി മാറുന്ന ശരീരങ്ങളോടാണ് ദൈവം ആ ഒരു കാര്യം, വീണ്ടെടുപ്പ് അതിനെ കാണിക്കുന്നതാണ്. അടുത്തത് നമ്പർ 5 എന്ന് പറയുന്നത് ഗ്രേസിനെയാണ് കാണിക്കുന്നത്. ഗ്രേസ്, കൃപ. കാരണം നമ്മൾ പഠിച്ചു ഹേയുടെ ഗമറ്റേറിയ വാല്യൂ 5 എന്നാണ്. അതായത് ദ ബ്രത്ത് ഓഫ് ഡിവൈൻ ഫേവർ. ഓക്കെ, അടുത്തത് സൗണ്ട് ഹ എന്നുള്ള സൗണ്ട് നമ്മൾ പഠിച്ചു. ഹ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? എക്സലേഷൻ, അകത്തേക്ക് എടുക്കുക. അത് എന്താണ്? ഒരു മനുഷ്യനിലൂടെ ആത്മാവിനെ പ്രകടമാക്കുന്ന ഒരു രീതിയാണ് അതിന്റെ ആത്മീയമായ അർത്ഥം. അപ്പോ ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് മെയ്ഡ് മീ ആൻഡ് ദ ബ്രത്ത് ഓഫ് ദ ഓൾമൈറ്റി ഗീവ്സ് മീ ലൈഫ്. ആർക്കെങ്കിലും അതിന്റെ മലയാളം വായിച്ച് ഒന്ന് നിൽക്കാമോ? ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തി ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ആമേൻ. കണ്ടോ? ആമേൻ. യോബിന്റെ പുസ്തകത്തില് അത് യോബാണ് രേഖപ്പെടുത്തിയെന്ന് ഒരു കൂട്ടം പറയുന്നുണ്ട്. അതല്ലെങ്കിൽ യോബിന്റെ ഒരു സുഹൃത്താണ് ഇത് രേഖപ്പെടുത്തിയതെന്ന് ഒരു പണ്ഡിത ഗണങ്ങൾ അത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയ ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാലാണ് ഞാൻ പെട്ടത്. അതേപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ എൻ്റെ ജീവിതം നടത്തപ്പെടുന്നു. അടുത്തത് നിങ്ങൾക്ക് 6-ാമത്തെ പോയിന്റ്, ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഫുൾഫിൽമെന്റ്, ദ ബ്രത്ത് റിസ്റ്റോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് എഴുതാം.
പുതിയ നിയമ ബന്ധത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമ പൂർത്തീകരണത്തിൽ ആത്മാവ് സകലതും വീണ്ടെടുത്തത്, ഹൈഫൺ ഇട്ടിട്ട് ആത്മാവ് വീണ്ടെടുത്തത്. നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, 20:22. ആരെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? അത് എഴുതുന്നവർ എഴുതിക്കോ, അല്ലെങ്കിൽ ഞാനത് വായിക്കാം എടുത്തിട്ട്. ജോൺ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആഫ്റ്റർ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ഹി അപ്പിയർഡ് ബിഫോർ ദ ഡിസൈപ്പിൾ. അതായത് ശിഷ്യന്മാരുടെ അടുത്തേക്ക് തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ദൈവം പ്രത്യക്ഷനായി, അല്ലെങ്കിൽ യേശു കർത്താവ് പ്രത്യക്ഷനായി അവരുടെ അടുത്തേക്ക് ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. സോ എഗെയിൻ അത് പറയേണ്ട കാര്യമില്ല. അതായത് he breathed on them and said, receive the Holy Spirit. This is Genesis 2:7. ഇത് ഉൽപ്പത്തി പുസ്തകം 2:7 റീ എനാക്റ്റ് ആണ്. അതായത് അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ആദാമിനെ ഉണ്ടാക്കിയിട്ട്, മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ ആത്മാവ് ഉള്ളിൽ കടക്കുകയും ആത്മാവ് എന്ത് ചെയ്തു? നമ്മുടെ ശരീര മാംസങ്ങളെ എല്ലാം എന്താ പറയുക, അപ്പൊ തന്നെ സൃഷ്ടിച്ചു വന്നു. ഊതിയപ്പോൾ ആ നിമിഷം തന്നെ അകത്ത് പോയി ആത്മാവ് എന്നൊരു ഘടന ഉണ്ടായി. ആ ഘടനയോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന രീതിയിൽ ഒരു മാംസളമായ അല്ലെങ്കിൽ കറക്റ്റ് ആ രൂപത്തിലേക്ക് മനുഷ്യൻ ശ്വാസമുള്ള ദേഹിയായിട്ട് മാറി. The hay that once formed Adam's lungs now fills the disciples' souls. അന്ന് ആദാമിന്റെ ഉള്ളിലെ ആഞ്ഞടിക്കപ്പെട്ട അല്ലെങ്കിൽ ഊതി നിറയ്ക്കപ്പെട്ട അതേ ഹേ തന്നെയാണ് ഇന്ന് നമ്മുടെ യേശു കർത്താവ് ശിഷ്യന്മാരിലേക്ക് ഊതിയപ്പോൾ അത് നിറയപ്പെട്ടു. Pentecost is the Pentecost in embody the Ruha Kadosh reclaim his temple. അതായത് പെന്തക്കോസ് നാളിൽ പരിശുദ്ധ റൂഹ നമ്മളാകുന്ന ആലയം അത് റീക്ലെയിം ചെയ്ത് എടുത്തു. അടുത്തത് the inner practice, breathing the name. In ancient Jewish meditation and early Christian mysticism, the name breath was seen as prayer without words. അതായത് വേറൊന്നുമല്ല, ഇതൊരു പഴയ യഹൂദ പാരമ്പര്യത്തിലുള്ള ഒരു മെഡിറ്റേഷൻ, ഒരു ധ്യാനമാണ്. പഴയ കാല ക്രിസ്തീയ അനുകാരികളും ഈ ഒരു മർമ്മം ചെയ്തുകൊണ്ടിരുന്നു. അവർ യോദ് ഹേ വാവ് ഹേ, യോദ് ഹേ വാവ് ഹേ എന്ന് സൈലന്റ് ആയിട്ട്, വളരെ നിശബ്ദമായിട്ട് അവരിത് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മള് അബ്രഹാമിനെ കുറിച്ചും സാറയെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടായിരുന്നല്ലോ. അതായത് പ്രോഫറ്റിക് മീനിങ്, ദ ബ്രെത്ത് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഇതിന്റെ ആത്മീയമായ അല്ലെങ്കിൽ പ്രാവചനികമായ ഒരു അർത്ഥം ഏതിൻ്റെയാ? ജീവശ്വാസത്തിന്റെ പരിണാമത്തെക്കുറിച്ച്. അതായത് അബ്രാം എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തെ അബ്രഹാം എന്നുള്ള ആ ഐഡന്റിറ്റിയിലേക്ക്, വ്യക്തിത്വത്തിലേക്ക് മാറ്റി ഹ എന്നുള്ളൊരു അക്ഷരം വന്നപ്പോൾ സാറായി എന്നുള്ള പദത്തെ സാറാഹ് എന്നുള്ള പദമാക്കി മാറ്റി. അതായത് ഉണങ്ങി നിർജീവമായി കിടന്ന ആ ഗർഭപാത്രത്തെ അതിൽ തലമുറകളുടെ അമ്മയാക്കി, അല്ലെങ്കിൽ രാജ്ഞിയാക്കി, എല്ലാവരുടെയും രാജ്ഞിയാക്കി മാറ്റി. അതേപോലെ തന്നെ ആനിമേറ്റഡ് ഡസ്റ്റ്, ആദാമിനെ ഒരു പൊടിയായിരുന്നു,
ആ പൊടിയായിട്ട് കിടന്ന ആദാമിനെ ജീവനുള്ള ദേഹിയായിട്ട് മാറി. അതേപോലെ തന്നെ ഡിസൈപ്പിൾസിനെ നമുക്ക് എടുത്തു നോക്കാം. അവർ യേശു കർത്താവിന്റെ കൂടെ നടന്നിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. ആ ശൂന്യതയിലേക്ക് യേശു കർത്താവ് നോക്കിയിട്ട് ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധ റൂഹയെ സ്വീകരിക്കുക. അവരത് സ്വീകരിച്ചു. ആ സ്വീകരിച്ച ശിഷ്യന്മാർ അടുത്ത തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോസ്തലന്മാർ എന്നുള്ളൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഓക്കെ, ഓക്കെ. നമ്മള് അടുത്ത ഇനി നോക്കാനുള്ളത് ഇതിന്റെ മിസ്റ്റിക്കൽ സോഡ് എന്നുള്ള സംഭവമാണ്. ഹേ ഈസ് ദ ലെറ്റർ ഓഫ് റെവലേഷൻ ആൻഡ് ഗ്രേസ്. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹേ എന്നുള്ള അക്ഷരം എന്ന് പറയുന്നത് വെളിപ്പാടിന്റെയും കൃപയുടെയും ഒരു അക്ഷരമാണ്. അതേപോലെ തന്നെ ഒരു സ്പേസിന്റെയും കൂടി അർത്ഥം വരുന്ന ഒരു അക്ഷരമാണ്. ആ ചെറിയ ആ വിടവിലേക്ക്, ആ സ്പേസിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആത്മാവിനെയാണ് ദൈവം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്. അതായത് ദൈവം നമ്മളിലേക്ക് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെയാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ റോമർ 8:15 പറയുന്ന ഒരു വാക്യം നമ്മൾക്ക് പറയുവാൻ കഴിയും. ദ സ്പിരിറ്റ് ഇൻ us cries, Abba Father, the breath letter, hey, shaping our prayers. നമ്മളുടെ ആ ഒരു സ്പേസ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് തരുമ്പോൾ നമുക്ക് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാം, അബാ പിതാവേ എന്ന്. ഇത് നമ്മുടെ പ്രാർത്ഥനയെ ഷേപ്പ് അപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ആ സ്പേസ്. ഇതാണ് അവിടെ ഞാൻ പറയാൻ വരുന്നത്. അതേപോലെ തന്നെ ഹേ എന്ന് പറയുന്നത് ഷെക്കൈന. ഹേ ഷെക്കൈന എന്ന് പറയുമ്പോൾ അതിലും ഒരു ഹായ് ഉണ്ട്. ആ ഷെക്കൈനയുടെ ഹാ എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് കാണിക്കുന്നു. ഡിവൈൻ പ്രസൻസ് ഡ്വെല്ലിംഗ് വിത്ത് മാൻ. അതായത് ദൈവത്തിന്റെ പരമമായ സാന്നിധ്യം മനുഷ്യനൊപ്പം വസിക്കുന്നു എന്നൊരർത്ഥവും കൂടിയുണ്ട്. അതേപോലെ തന്നെ റൂഹാക്ക് എന്നൊരു പദമുണ്ട്. റൂഹ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഇബ്രായ ഭാഷയിൽ റൂഹാക്ക് എന്ന് പറയും. ദ സ്പിരിറ്റ് വിൻഡ് ഗൈഡിങ് ക്രിയേഷൻ. അതായത് റൂഹാക്കിന്റെ അർത്ഥം പറയുമ്പോൾ കാറ്റ് എന്ന അർത്ഥമുണ്ട്, ആത്മാവ് എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിനെ ആ അർത്ഥതലത്തിലേക്ക് കൊണ്ടുവരാം. ആത്മാവിൽ പ്രതിധ്വനിക്കപ്പെടുന്ന കാറ്റിനാൽ നമ്മളെ നിയന്ത്രിച്ച് പരിപാലിച്ച് മുന്നോട്ട് നടത്തുന്നു. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഹേയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ ക്ലാസ് മൊത്തം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതിനുള്ള സമയം കൂടെ ഞാൻ തരുന്നു. എന്നെ യൂട്യൂബിൽ കാണുന്ന പ്രിയപ്പെട്ടവരും പറയാണ്, എൻ്റെ നമ്പര് യൂട്യൂബിന്റെ ഹോം പേജിലുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയാം, 8848909820. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ പഠനവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ ഉത്തരങ്ങൾ നൽകിയുള്ളൂ. അതല്ലാതെയുള്ള ഉത്തരങ്ങൾ ഞാൻ നൽകില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെ അടുത്തത്, നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പരമാവധി കണ്ടിട്ട് ഒരു കമന്റ് ഇടുക, ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തീരും. മിനിസ്ട്രിയെ സപ്പോർട്ടിങ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. മറ്റുള്ളവർക്കും ഈ ഭാഷയെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു അവബോധം ഉണ്ടാകുവാൻ കഴിയണം. അടുത്ത കൊല്ലം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ആ ക്ലാസ്സുകളിലേക്കും ഞാൻ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇസ് ദെയർ. അവർക്ക് അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം,
എന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, ഇത് പഠിച്ചു കഴിഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ചെറിയ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ചെറിയൊരു ഇതുമായി ബന്ധപ്പെട്ട ഹേയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കുറിപ്പ്, കുറച്ചും കൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ തയ്യാറാക്കാം. ആ തയ്യാറാക്കിയത് നിങ്ങൾക്ക് ആരാണോ പേഴ്സണൽ ചോദിക്കുന്നത് അവർക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും വാട്സപ്പ് വഴി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിച്ചു. നമ്മുടെ ക്ലാസ്സിന്റെ നടത്തിപ്പിനും ആ അനുഗ്രഹത്തിനും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ ക്ലാസ്സിന്റെ സമാപനത്തിലേക്ക് പോവുകയാണ്. അതെ, ഹേ എന്നുള്ള ക്ലാസ്സിന്റെ സമാപനത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ്സുകളെ അവസാനിപ്പിക്കാം. പ്രിയ സ്വർഗീയ പിതാവെ, അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സകല നന്മകൾക്കുമായി ഞങ്ങൾക്ക് ഇത്രയും നേരം കർത്താവേ, ഹേ, ഇനിയും ഒരുപാട് പറയാനുണ്ട്. നശമായെ കുറിച്ച് പറയാനുണ്ട്, നഷിമാഹിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്ന അളവിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരളവിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അടിയനെ ഉപയോഗപ്പെടുത്തിയല്ലോ. അതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അധികമായിട്ട് ഞങ്ങൾ യഹോശുവയിൽ വളർന്നു വരേണ്ടതിനും ദൈവത്തിന്റെ പ്രസാദപൂർണമുള്ള ജീവിതം നയിപ്പാനും എല്ലാം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോശുവയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ കുടുംബങ്ങളെ, അവരുടെ മിനിസ്ട്രിയെ, അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ, അവരുടെ ആകുലതകളെ, അവരുടെ വിഷമങ്ങളെ എല്ലാം കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വിഷമങ്ങളുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരോടെല്ലാം അങ്ങ് ഇടപെടണം, അവരോട് സംസാരിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൂടിയിരിക്കുന്നവർക്കും അനേകർക്കും ആവശ്യങ്ങളുണ്ട്. യൂട്യൂബിൽ ഞങ്ങളെ കേൾക്കുന്നവർക്കും ആവശ്യങ്ങളും ഒരുപാട് തരത്തിലുള്ള കാര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതിനെല്ലാം ദൈവത്തിന്റെ കരം ചലിക്കുമാറാകണം. അവിടുത്തെ വിലയേറിയതും വലിയതുമായ അത്ഭുതം പ്രവർത്തിക്കുന്നതുമായ കരത്താൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോശുവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം നല്ല സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോം. താങ്ക് യു സർ.